ലൂയിലാ ഉറുമ്പൊക്കെ മരുന്നടിച്ചു കൊടുക്കണം. അപ്പൊ മറ്റേ മരുന്നില്ലേ, അപ്പന്റെ മറ്റേ മരുന്നില്ലേ അടിയില് അടിച്ചു കൊടുക്കണത്, ഈ ചെടിയിൽ ഉറുമ്പ് മാറാനായിട്ടേ അപ്പൊ മറ്റേ മഞ്ഞപ്പൊടിയും ഉപ്പും കലക്കിയിട്ട് അടിച്ചു കൊടുത്ത്, എന്നിട്ട് ഉറുമ്പൊന്നും പോണില്ല. അതെ, മഞ്ഞപ്പൊടിയല്ല ഇളക്കി കൊടുത്തിട്ട് ആ മരുന്നേ വിഷ. അപ്പൊ വിഷം അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സിലൊക്കെ വിഷം വരില്ലേ, അതുകൊണ്ടാണ് അപ്പൻ മറ്റേ മഞ്ഞപ്പൊടിയും ഇതൊക്കെ ഉള്ളത് തെളിക്കാന്ന് വിചാരിച്ചത്. അപ്പൊ ഏതാ നല്ലത്, വിഷം അടിക്കുന്നതാണോ നല്ലത്, മറ്റേ മഞ്ഞപ്പൊടിയും അതൊക്കെ ആക്കണതാണോ നല്ലത്? വിഷം അടിക്കണത് പൊട്ടയാ. വിഷം അടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അസുഖങ്ങൾ വരില്ലേ. വിഷടിച്ച പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അസുഖങ്ങൾ വരില്ലേ. കഴുകിയിട്ട് കഴിച്ചാൽ അതിനൊരു പരിധിയില്ലേ. നമ്മളിപ്പോ വിഷടിച്ച കാര്യങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് കിട്ടുന്ന പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വിഷടിച്ചതല്ലേ. അതുകൊണ്ടല്ലേ നമ്മൾ വീട്ടില് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വെക്കണത്, വിഷടിക്കാണ്ടിരിക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ വീട്ടിലത്തെ പച്ചക്കറിക്ക് തന്നെ വിഷം കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെ കഴിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ വെച്ചതിനും കടയിൽ നിന്ന് മേടിക്കണതിനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? വല്ല വ്യത്യാസം ഉണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ വീട്ടിലടിക്കണേനെ പരമാവധി വിഷം ഇല്ലാണ്ട് ഈ നാടൻ ചാണത്തിന്റെ വെള്ളവും അതേപോലെ എന്ത് ചാണത്തിന് പൊട്ടമണാണ്, പക്ഷെ വിഷം അടിക്കണ അത്ര ബുദ്ധിമുട്ടില്ലല്ലോ. നമുക്ക് അടുത്ത വട്ടേ അപ്പൊ നമുക്ക് പച്ച ചാണകപ്പൊടി മേടിച്ചിട്ടേ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. വിഷം അടിക്കലൊക്കെ നിർത്താം. ഓക്കെ അല്ലേ? എന്തു പറയണു? പിന്നെ ശർക്കര ഇട്ട് കൊടുത്ത് ഉറുമ്പ് കഴിച്ചോട്ടെ എന്നല്ലേ. ശരി.